10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കമായി. ഐതിഹ്യ പ്രാധാന്യമുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ഗോപികണ്ണൻ ഒന്നാമതെത്തി. 4 ഗജവീരന്മാരെ പിന്തള്ളിയാണ് ഗോപികണ്ണൻ ഒന്നാം സ്ഥാനത്തെത്തിയത്. പകൽ 3-ന് മഞ്ജുളാൽ പരിസരത്തു നിന്നുമായിരുന്നു ഗജവീരന്മാരുടെ വീറുതെളിയിക്കുന്ന ആനയോട്ടം. 27 ആനകൾ അണിനിരന്ന ആനയോട്ടത്തിൽ കണ്ണൻ, രാമനുണ്ണി, ഗോപികണ്ണൻ, ചെന്താമരാക്ഷൻ, അച്യുതൻ എന്നീ ദേവസ്വം കൊമ്പന്മാരാണ് മുൻനിരയിൽ പങ്കെടുത്തത്. ആവേശം നിറച്ച ആനയോട്ടത്തിൽ ഗോപികണ്ണൻ ഒന്നാമതെത്തി. സാമൂതിരിയുമായുള്ള തർക്കം മൂലം ക്ഷേത്രോത്സവത്തിന് ഗുരുവായൂരിലേക്ക് ഒരു വേള ആനകളെ നൽകാൻ കൊച്ചി രാജാവ് തയ്യാറായില്ല. എന്നാൽ തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനായി ആനകളെ കൊണ്ടുവന്നപ്പോൾ അവ ചങ്ങല പൊട്ടിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെടുത്തതായാണ് ഐതിഹ്യം. ഇതിനെ അനുസ്മരിച്ചാണ് ഗുരുവായൂരിൽ ആനയോട്ടം സംഘടിപ്പിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ആനയോട്ടം വീക്ഷിക്കാനായി ഗുരുഭവനപുരിയിലേക്ക് എത്തിയത്. ആനയോട്ടത്തോടെ തുടങ്ങിയ ഉത്സവം 10-ാം നാൾ ആറാട്ടോടെയാണ് അവസാനിക്കുക. രാജു ഗുരുവായൂരിനൊപ്പം റിപ്പോർട്ടർ, തൃശൂർ.